നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഒരു കടലിനെ ഒരു ചെറിയ കുടത്തിൽ ഒതുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു പ്രപഞ്ചത്തെ മുഴുവനായി ഒരൊറ്റ അണുവിലൊതുക്കാൻ കഴിയുമോ? കേൾക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നാമല്ലേ? പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു വലിയ രഹസ്യത്തെക്കുറിച്ചാണ്. ഓരോ അണുവിലും, എന്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന, നമ്മൾ കാണുന്നതിനേക്കാൾ എത്രയോ വലിയൊരു മഹാശക്തിയെക്കുറിച്ച്. അതാണ് ആത്മചൈതന്യം. നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ തന്നെ തുടങ്ങാം, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ സങ്കീർണമായ ഒരു മെഷീനാണോ, അതോ അതിനെ സ്വപ്നം കണ്ട് ഭാവനയിൽ രൂപപ്പെടുത്തി ഉണ്ടാക്കിയെടുത്ത ആ ബോധമാണോ, ആ ചൈതന്യമാണോ കൂടുതൽ ശക്തം? ഇതൊരു വെറും ചോദ്യമല്ല കേട്ടോ. ഇത് നമ്മൾ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമാണ്. ജഡവസ്തുക്കളാണോ അതോ അതിനെയെല്ലാം ജീവൻ നൽകുന്ന ചൈതന്യമാണോ വലുത്? അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഭൗതികതയും ചൈതന്യവും. ഇന്നത്തെ നമ്മുടെ ലോകം നോക്കിയാൽ കാണുന്നതിനും തൊടാൻ പറ്റുന്നതിനുമൊക്കെയാണ് കൂടുതൽ വില. പക്ഷേ ഈ ഭൗതികതയ്ക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുമ്പോൾ അതിനപ്പുറമുള്ള എന്തെങ്കിലും നമ്മൾ മറന്നുപോകുന്നുണ്ടോ? പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ഈ വാക്കുകൾ ശരിക്കും വളരെ ശക്തമാണ്. ഭൗതികവാദം ഒരു ബൗദ്ധിക ദുരന്തമാണ്. എന്താണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാം വെറും പദാർത്ഥം മാത്രമാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ പദാർത്ഥങ്ങൾക്ക് യഥാർത്ഥ അർത്ഥവും സൗന്ദര്യവും നൽകുന്ന ആ ആന്തരികമായ ചൈതന്യത്തെ നമ്മൾ മറന്നുപോകുന്നു. അതാണ് യഥാർത്ഥ ദുരന്തം. ഒരു ഉദാഹരണം പറയാം. ഒരു ശില്പം മനോഹരമാകുന്നത് അത് ഉണ്ടാക്കിയ കല്ലിൻ്റെ ഭംഗി കൊണ്ട് മാത്രമല്ല, അതിനു പിന്നിലെ ശില്പിയുടെ ഭാവനയും ജീവനും ഉള്ളതുകൊണ്ടാണ്, അല്ലേ? അതുപോലെ നമ്മുടെ ജീവിതത്തെയും ഈ പ്രപഞ്ചത്തെയും മനോഹരമാക്കുന്നത് അതിലെ ചൈതന്യമാണ്. അതിനെ നമ്മൾ അവഗണിച്ചാൽ അത് നമ്മൾ ആരാണെന്ന് സ്വയം മറക്കുന്നതിനു തുല്യമാണ്. അതിനെയാണ് ആത്മവിസ്മൃതി എന്ന് പറയുന്നത്. ഈ രണ്ട് ലോകങ്ങൾ തമ്മിലുള്ള വ്യത്യാസമൊന്ന് നോക്കിക്കേ. ഇടതുവശത്ത് ഭൗതികവാദം. അതനുസരിച്ച് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് യാദൃച്ഛികമായി കൂടിച്ചേർന്ന കുറേ വസ്തുക്കളും ഊർജവും മാത്രമാണ്. എന്നാൽ വലതുവശത്ത് നോക്കൂ, ചൈതന്യത്തിൽ വിശ്വസിക്കുന്ന കാഴ്ചപ്പാട്. അതനുസരിച്ച് നമ്മൾ കാണുന്ന ഈ ലോകത്തിനു പിന്നിൽ അതിനെ നിയന്ത്രിക്കുന്ന, അതിനർത്ഥം നൽകുന്ന ഒരു വലിയ ശക്തിയുണ്ട്. ഈ രണ്ട് കാഴ്ചപ്പാടുകളും നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവയാണ്. ശരി, അപ്പോൾ ഈ ഭൗതിക ലോകത്തുനിന്ന് നമുക്ക് പതിയെ ഒന്ന് പുറത്തേക്ക് കടന്നു നോക്കിയാലോ? നമ്മുടെ കണ്ണുകൊണ്ട് കാണാനോ കയ്യിലുള്ള ഉപകരണങ്ങൾ വെച്ച് അളക്കാനോ പറ്റാത്ത സത്യങ്ങൾ വല്ലതും ഉണ്ടാകുമോ? നമുക്കൊന്ന് അന്വേഷിക്കാം. ഇവിടെയാണ് ഭൗതികവാദത്തിന്റെ ഏറ്റവും വലിയ ചോദ്യം വരുന്നത്. നമ്മുടെ ലബോറട്ടറിയിലെ ഉപകരണങ്ങൾക്കൊന്നും ആത്മാവിനെ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അതുണ്ടെന്ന് എങ്ങനെ വിശ്വസിക്കും? ശരിയാണ്, പക്ഷെ ഒന്നു ചിന്തിച്ചു നോക്കൂ. സ്നേഹത്തെയോ ദയയെയോ ഒരു മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയുമോ? ഇല്ല. എന്ന് കരുതി അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് പറയാൻ പറ്റുമോ? അതുപോലൊരു വെല്ലുവിളിയാണ് ഇവിടെയും. അപ്പ പിന്നെ എങ്ങനെയാ നമ്മൾ ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക? നമ്മുടെ ഈ കണ്ണും കാതും വെച്ച് പറ്റുന്നില്ലെങ്കിൽ പിന്നെ വേറെ എന്തു വഴിയാണുള്ളത്? ശാസ്ത്രീയ ഉപകരണങ്ങൾക്കപ്പുറം മനുഷ്യന്റെ അനുഭവങ്ങളിലും ചരിത്രത്തിലും ഇതിന് വല്ല തെളിവുകളും ഒളിഞ്ഞിരിപ്പുണ്ടോ? ഇതിനുള്ളൊരു ഉത്തരമായിട്ടാണ് പല തത്വചിന്തകളും പുനർജന്മം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മുൻജന്മത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഓർക്കുന്ന കുട്ടികളുടെ അനുഭവങ്ങൾ ശാസ്ത്രീയമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ശരീരം മണ്ണായി തീർന്നാലും നമ്മുടെ ബോധം, അല്ലെങ്കിൽ ആ ചൈതന്യം, അതിൻ്റെ യാത്ര തുടരുന്നു എന്നതിൻ്റെ വളരെ ശക്തമായ ഒരു സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കേ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു താരതമ്യമാണ്. അണുവിൻ്റെ ശക്തിയും ആത്മാവിൻ്റെ ശക്തിയും തമ്മിലുള്ള ഒരു താരതമ്യം. ഈ താരതമ്യം ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് നേരെ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയൊരു കാര്യത്തിലേക്ക് പോകാം. അതെ, അണു. നമ്മൾ കാണുന്നതെല്ലാം, ദൂരെയുള്ള നക്ഷത്രങ്ങൾ മുതൽ നമ്മുടെ ഈ ശരീരം വരെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കുഞ്ഞൻ കണികകൾ കൊണ്ടാണ്. ഓരോ അണുവിനെയും ഒരു കുഞ്ഞൻ സൗരയൂഥം പോലെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നടുക്കൊരു കേന്ദ്രം, അതിനു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന കണികകൾ. പുറമേക്ക് ശാന്തമായി തോന്നുമെങ്കിലും അതിൻ്റെ ഹൃദയത്തിൽ, ആ ന്യൂക്ലിയസിൽ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്രയും വലിയ ഒരു ഊർജ്ജം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ആ നിർണായകമായ താരതമ്യം വരുന്നത്. ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു അണുവിൻ്റെ കേന്ദ്രം പിളരുമ്പോൾ അവിശ്വസനീയമായ ഭൗതിക ഊർജ്ജം പുറത്തുവരുന്നു. ഒരു നഗരത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ പോലും കഴിയുന്ന ശക്തിയാണത്. അതുപോലെ നമ്മുടെ ഉള്ളിലെ ആത്മാവിൻ്റെ കേന്ദ്രത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിൽ നിന്നും പുറത്തുവരുന്നത് അനന്തമായ ആത്മീയ ശക്തിയാണ്. ഇനി നമുക്ക് മനുഷ്യനിൽ നിന്ന് മാത്രം ഫോക്കസ് മാറ്റി ഈ ജീവന്റെ തുടിപ്പ് എങ്ങനെയാണ് എല്ലായിടത്തും ഉള്ളതെന്ന് നോക്കാം. ഒരു തുള്ളി വെള്ളം. സാധാരണയായി നമ്മളതിൽ പ്രത്യേകിച്ച് ഒന്നും കാണില്ല, അല്ലേ? പക്ഷേ ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ അവിടെ ഒരു പ്രപഞ്ചം തന്നെ നമുക്ക് കാണാൻ പറ്റും.
പരസ്പരം പോരടിക്കുന്ന, ഇണചേരുന്ന, ജീവിക്കാൻ വേണ്ടി മാത്രം പരിശ്രമിക്കുന്ന ആയിരക്കണക്കിന് സൂക്ഷ്മജീവികൾ. ആ ചെറിയ തുള്ളിക്കുള്ളിൽ ജീവന്റെ ഒരു വലിയ ലോകം തന്നെയുണ്ട്. ആ കുഞ്ഞൻ ജീവികൾ മുതൽ ഒരു വിത്തിൽ നിന്ന് പാറ പിളർന്ന് പുറത്തുവരുന്ന ഒരു ചെടി വരെ എല്ലാത്തിനും പൊതുവായി ഒന്നുണ്ട്: ജീവിക്കാനുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹം. ഈ ഇച്ഛാശക്തിയാണ് പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ സാർവത്രികമായ ചൈതന്യത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. അതെല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ചൈതന്യം ഒന്നേയുള്ളൂ. അത് മനുഷ്യന്റെ സങ്കീർണമായ ശരീരത്തിലായാലും ഒരു പുഴുവിന്റെ ലളിതമായ രൂപത്തിലായാലും അതിലെ ജീവന്റെ ആ തിളക്കത്തിന് ഒരേ ഒരു ഉറവിടമേയുള്ളൂ. രൂപങ്ങൾ പലതാകാം, പക്ഷേ ജീവൻ ഒന്നാണ്. നമ്മുടെ അവസാനത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മളൊരു വലിയ യാത്ര നടത്താൻ പോവുകയാണ്. ഭൂമിയിലെ നമ്മുടെ ഈ സ്ഥാനത്ത് നിന്ന് പ്രപഞ്ചത്തിന്റെ അങ്ങേയറ്റത്തേക്ക് ഒരു സൂം ഔട്ട്. ഈ മഹാപ്രപഞ്ചത്തിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്താണ്? ഒന്നുമല്ല, ഒരു മണൽത്തരിയേക്കാൾ എത്രയോ ചെറുത്. പക്ഷേ ആ വലതുവശത്തേക്ക് നോക്കൂ. ആ ചെറിയ ശരീരത്തിലിരിക്കുന്ന നമ്മുടെ ബോധത്തിന്, അല്ലെങ്കിൽ ആത്മാവിന്, ഈ പ്രപഞ്ചത്തെ മുഴുവനായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയും. നമ്മുടെ ശരീരം ചെറുതായിരിക്കാം, പക്ഷെ നമ്മുടെ ചൈതന്യം അത് പ്രപഞ്ചത്തോളം തന്നെ വലുതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചവുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യന്റെ ഭൗതിക ശരീരം ഒരു അണുവിനേക്കാളും ചെറുതാണ്. ഈ ഒരു ഞെട്ടിക്കുന്ന തിരിച്ചറിവ് അത് നമ്മളെ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ എന്റെ അവസാനത്തെ ചോദ്യം ഇതാണ്: നമ്മുടെ യഥാർത്ഥ അളവുകോൾ എന്താണ്? ഈ പ്രപഞ്ചത്തിലൊരു പൊട്ടുപോലെ മാത്രം കാണുന്ന ഈ ഭൗതിക ശരീരമാണോ? അതോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അറിയാനും ഉൾക്കൊള്ളാനും കഴിവുള്ള നമ്മുടെ ഉള്ളിലെ ആ അനന്തമായ ചൈതന്യമാണോ? ഈ ഒരു ചിന്തയോടുകൂടി ഇന്നത്തെ ഈ വിവരണം നമുക്കിവിടെ നിർത്താം. നന്ദി.